അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം. അറിവ് എല്ലായിടത്തു നിന്നും കിട്ടും. എന്നാൽ തിരിച്ചറിവ് അനുഭവത്തിൽ നിന്ന് മാത്രമായിരിക്കും കിട്ടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം ആഘോഷിക്കാം. പക്ഷേ പരാജയം പഠിപ്പിച്ച പാഠങ്ങൾ എന്നും മനസ്സിലുണ്ടാകണം. അമിതമായി പറഞ്ഞുപോയ ഒരു വാക്കിനെ ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും. പക്ഷേ അത് കേട്ടയാളുടെ മനസ്സിൻ്റെ മുറിവുണക്കാൻ പ്രാപ്തമാകണമെന്നില്ല. അവഗണന വളരെ മൂർച്ചയേറിയ ഒരു ആയുധം തന്നെയാണ്. ഹൃദയത്തെ കീറിമുറിക്കാനുള്ള ശക്തിയുണ്ട് അതിന്. സമയം ആർക്കും ഒരുപോലെ ആയിരിക്കില്ല. മറ്റുള്ളവരെ കരയിപ്പിക്കുന്നവർ പോലും കരയുന്ന ദിവസം വരും. ഒരു വ്യക്തിയുടെ ആമുഖം അവൻ്റെ മുഖത്ത് നിന്ന് ആരംഭിക്കാമെങ്കിലും അവൻ്റെ പൂർണ്ണ വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് അവൻ്റെ സംസാരമാണ്. നിങ്ങൾ നേരിടുന്നത് സന്തോഷമായാലും ദുഃഖമായാലും ഒന്നും സ്ഥിരമല്ല. എല്ലാം താൽക്കാലികം മാത്രമാണ്. ഒരു ബന്ധത്തിനായി ഒരിക്കലും യാചിക്കരുത്. നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവനെ സ്വീകരിക്കാനും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് നടിക്കുന്നവരെ നിരസിക്കാനും ധൈര്യപ്പെടുക. സമയം, വാക്ക്, അവസരം എന്നീ 3 കാര്യങ്ങൾ ഒരിക്കലും തിരികെ വരില്ല. അതിനാൽ സമയം പാഴാക്കാതിരിക്കുക, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക, അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. സ്നേഹമായാലും ബഹുമാനമായാലും കരുതലായാലും അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാവൂ. ഇങ്ങോട്ട് കിട്ടാത്തതൊന്നും തിരിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്ക് ആർക്കുമില്ല. ഉറച്ച തീരുമാനവും തളരാത്ത മനസ്സും ഉണ്ടെങ്കിൽ ആകാശത്തോളം വലിപ്പമുള്ള വെല്ലുവിളികളെപ്പോലും ഭയമില്ലാതെ നേരിടാം. പരാജയം എന്നത് നിങ്ങൾക്ക് കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാനുള്ള അവസരമാണ്. ജീവിതം അങ്ങനെയാണ്. എല്ലാം ഉള്ളവൻ്റെ പിറകെ നടക്കാൻ 1000 പേരുണ്ടാകും. ഒന്നുമില്ലാത്തവനെ കൂട്ട്. അവനും അവൻ്റെ കുറേ സങ്കടങ്ങളും പരാതികളും കഷ്ടപ്പാടും മാത്രം. സ്ഥാനങ്ങളല്ല നമ്മളെ ഒരു മികച്ച നേതാവാക്കുന്നത്. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് മാത്രമേ നമുക്ക് മറ്റുള്ളവർക്കിടയിൽ ഉന്നതനാകാൻ സാധിക്കുകയുള്ളൂ. വിശ്വാസം കുടുംബ ബന്ധത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. പരസ്പര വിശ്വാസമില്ലെങ്കിൽ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധിയും നേരിടാൻ കഴിയില്ല. സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുന്ന, ആവശ്യങ്ങൾക്ക് മാത്രം നമ്മിലേക്ക് വരുന്ന, തിരിച്ച് ഒരു സുഖവിവരങ്ങളും തിരക്കാത്ത സൗഹൃദമായാലും പ്രണയമായാലും മറ്റേത് ബന്ധങ്ങളായാലും നമ്മളവർക്ക് ഒന്നുമല്ല എന്ന് തിരിച്ചറിയുക. നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ എന്നാൽ നമ്മളെ ശ്രദ്ധിക്കുന്ന ഒരാൾ എന്ന് കൂടിയാണ്. നമ്മുടെ പരാജയങ്ങൾക്ക് കാരണം നമ്മുടെ മാർഗങ്ങളാണ്. ആദ്യം മാർഗങ്ങളെ പൊളിച്ചു പണിയുക, പിന്നീട് പരിശ്രമിക്കുക. വിജയം നമ്മിലേക്ക് വരും. വിജയകരമായ ജീവിതത്തേക്കാൾ സംതൃപ്തമായ ജീവിതമാണ് നല്ലത്. കാരണം മറ്റുള്ളവരാണ് നമ്മുടെ വിജയം അളക്കുന്നത്. എന്നാൽ നമ്മുടെ സ്വന്തം മനസ്സാണ് നമ്മുടെ സംതൃപ്തി അളക്കുന്നത്. ഒന്നും പറയാതെ മനസ്സിലാക്കുന്നവരുമുണ്ട്. എല്ലാം പറഞ്ഞിട്ടും മനസ്സിലാക്കാത്തവരുമുണ്ട്. മനോഹരമായ മുഖത്തിന് പ്രായമാകും. തികഞ്ഞ ശരീരം മാറും. എന്നാൽ മനോഹരമായ മനസ്സ് എല്ലായ്പ്പോഴും മനോഹരമായിരിക്കും. ഒരു വ്യക്തിയുടെ അറിവില്ലായ്മയുടെ തുടക്കമാണ് എനിക്കെല്ലാം അറിയാം എന്ന ഭാവം. മിക്ക കാര്യങ്ങളും പഴയതുപോലെ ആക്കിയെടുക്കാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. ജീവിതവും സമയവും മുന്നോട്ടല്ലാതെ ഒരിക്കലും പിറകിലോട്ട് വരുന്നില്ല. പഴയതുപോലെ ആക്കുവാൻ വേണ്ടി വെറുതെ സമയം കളയാതെ പുതിയതുമായി പൊരുത്തപ്പെടുക. കുടുംബമാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം. നമ്മൾ പലതും ചെയ്യുന്നത് പോലെ ചിലതൊക്കെ ചെയ്യാതിരുന്നാലും മാത്രമേ കുടുംബ ബന്ധം നിലനിൽക്കുകയുള്ളൂ.